അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആനിൽ പേര് ചൊന്ന 25 നബിമാരിൽ നിന്നും 17 നബിമാരെ ഞങ്ങൾ വിശദീകരിച്ചിട്ടെത്തും. ഇന്നിപ്പം മഹാനായ ഇല്യാസ് നബി അലൈഹി സ്വലാമിൻ്റെ ആയിട്ട് വിവരിക്കൊണ്ടത്. ഇല്യാസ് നബി അലൈഹി സ്വലാമിയുടെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ബൈലബക്ക് എന്ന ആ റായത്തിലേക്ക് നബിയായി അള്ളാഹു നിയോഗിച്ചതായിട്ട്. ഇതൊക്കെ ഞങ്ങൾ ഇപ്പം ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാമിയുടെ ചൊന്ന, അതുപോലെ ഇന്നിപ്പോൾ ചൊല്ലാറ് ഇല്യാസ് നബി അലൈഹി സ്വലാം. ഇതൊക്കെ ബനു ഇസ്രായേലിൽപ്പെട്ട, അതായത് യാക്കൂബ് നബിയുടെ മോൻ ഇസ്ഹാഖ് നബി, അങ്ങനെ മക്ക യാക്കൂബ് നബി, ആ ഒരു പാരമ്പര്യത്തിൽ വന്ന നബിമാർ തന്നെ ആയിട്ടിക്കണ്ട് ചരിത്രത്തിൽ കാണേ. മഹാനായ ഇല്യാസ് നബി അലൈഹി സ്വലാമിയുടെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ബൈലബക്ക് എന്ന റായത്തിന് നബിയും റസൂലുമായി നിയോഗിച്ചത്. ആ റായത്തങ്ങ വിഗ്രഹത്തെ ആരാധനാക്കളങ്ങായി നിറം ബൈലും ചൊന്നിട്ട് അങ്ങനെ റായത്തിൽ ഒരു വിഗ്രഹത്തെ പേരായിട്ടിരിക്കുന്നത് ബൈല്. അപ്പോൾ അതുകൊണ്ടായിട്ടിരിക്കുന്നത് ആ റായത്ത് അങ്ങനെ പേര് വന്നതുണ്ട്. അപ്പോൾ മഹാനായ ഇല്യാസ് നബി അലൈഹി സ്വലാം അങ്ങനെ തൗഹീദും ഇസ്ലാമും മുഖേനായി ക്ഷണിച്ചു. അപ്പോൾ ലാസ്റ്റ് അവിടുത്തെ രാജാവ് ഇല്യാസ് നബി അലൈഹി സ്വലാമിയുടെ കൊല്ലൊക്കെ പേനായി കൽപ്പിക്കുകയാണ്. കൊല്ലൊക്കെ ശ്രമിച്ചിട്ടാകുമ്പോൾ മഹാനായ ഇല്യാസ് നബി അലൈഹി സ്വലാം ഒരു ഗുഹയിൽ ഒളിച്ചു തെച്ചത്. 10 വർഷമായിട്ട് ഒളിച്ചു തെച്ചത്. അതിൽ പിന്നെ ആ അക്രമിയായ രാജാവ് അവൻ മരിച്ചൽ പിന്നെ ആയിട്ടിട്ട് ഇല്യാസ് നബി അലൈഹി സ്വലാം റായത്ത് വേണ്ടേ. പിന്നെ രണ്ടാമത് പ്രബോധനം തുടങ്ങുന്നത് പുതിയ രാജാവും ആൾമാരൊക്കെ ഇല്യാസ് നബി അലൈഹി സ്വലാമിനെ കൊണ്ട് വിശ്വസിക്കുന്നത്. അപ്പം ഇല്യാസ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിൽ ഞങ്ങൾ ഈ ചൊന്ന വിഷയം. ഇനി ഇല്യാസ് നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് ഇല്യാസ് നബി അലൈഹി സ്വലാം ഞങ്ങളുടെ നബിയുമായി പലക്ക പറഞ്ഞത് എന്ന ചരിത്രമുണ്ട്. ഇല്യാസ് നബി അലൈഹി സ്വലാം അതാണ് ഞങ്ങൾ കഴിഞ്ഞതിൽ ചൊന്ന എല്ലാ നബിമാരെയും ഞങ്ങളെ നബി മിഅ്റാജിലെ മീട്ടായിരുന്നു. നബിമാർക്കെല്ലാം പരസ്പര പരിചയവും ഗുരുത്വവും മിക്കും. മാത്രമല്ല എല്ലാ നബിമാർക്കും നുബുവത്ത് കൊടുക്കുമ്പോൾ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഒരു കരാറ് വെച്ചതുണ്ട്. എന്തിന്? ആഖിർ സമാൻ വന്ന മുഹമ്മദ് നബി നിങ്ങളെ കാലഘട്ടത്ത് ബന്ധ്യൻകണ്ടെങ്കിൽ ആ നബിയെ കൊണ്ട് വിശ്വസിക്കണമെന്ന് അള്ളാഹു കരാറ് വെച്ചെന്നാണ്. അപ്പം എല്ലാ നബിമാർക്കും ഞങ്ങളെ നബിയെ സംബന്ധിച്ച് വിഷയം ഗുന്തുണ്ട്. മാത്രമല്ല ആ ഒരു കരാറ് പ്രകാരം അള്ളാഹു നുബുവത്ത് കൊടുത്തിട്ടുണ്ടോ. ഇല്യാസ് നബി അലൈഹി സ്വലാം ഇല്യാസ് നബി അലൈഹി സ്വലാമുടെ എന്തായിട്ട് പിന്നെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അറിയിച്ചു കൊടുത്ത അതാ ഒരു മൃഗം വരും, ഒരു വാഹനം വരും, അതിൽ പത്തിക്ക് പോകണം. അങ്ങനെ തീയുടെ കളറുള്ള കാണുക തീയായിട്ടിട്ട് അങ്ങനെയുള്ള ഒരു മൃഗം വന്നിട്ടാകും അതിൽ പറ്റിപ്പോയിട്ട് അങ്ങനെ ഇല്യാസ് നബി അലൈഹി സ്വലാം ഒരു മലക്കല്ല, മലക്കിലെ ആ സ്വഭാവം, മലക്കിലെ ആ സ്വഭാവം, അതായത് മനുഷ്യൻ തന്നെയായിട്ടിട്ട് മലക്കുകൾ തിന്നില്ല, കുടിക്കില്ല, മലക്കുകൾക്ക് മനുഷ്യന്മാരെ പോലെ വറക്കില്ല, ബച്ചലില്ല, ഉദാസനില്ല. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരായിട്ടിട്ട് അങ്ങ്. അപ്പോൾ ആ മലക്കുകളെ ഒരു സ്വഭാവം ഇല്യാസ് നബി അലൈഹി സ്വലാമുക്ക് ഉണ്ടായിട്ട് വന്നെങ്കിൽ ഇല്യാസ് നബി അലൈഹി സ്വലാം എന്തായിട്ട് ആ മൃഗത്തെ മേലെ പത്തി തെച്ച് ഇല്യാസ് നബി അലൈഹി സ്വലാം പോയിത്ത് എന്നും. ഇല്യാസ് നബി അലൈഹി സ്വലാമുക്ക് വർഷത്തിൽ ഒരിക്കൽ സംസം തന്നി കുടിക്കുന്നുണ്ടും അത് ഒരു വർഷത്തേക്ക് മെയ്യാടുണ്ടും. ഇങ്ങനെ ഇല്യാസ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രങ്ങൾ വിവരിച്ചവിടെ കണ്ട്. അപ്പോൾ ഇല്യാസ് നബി അലൈഹി സ്വലാമിയുടെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല നിയോഗിച്ചത് ബൈലബക്ക് എന്ന ആ റായത്തുകായിട്ടിരിക്കണം. ഇല്യാസ് നബി അലൈഹി സ്വലാം വസിയത്താക്കി ഏൽപ്പിച്ചു പോയ പ്രതിനിധിയായിട്ടിട്ട് അല്യസ നബി അലൈഹി സ്വലാം. അല്യസ നബി അലൈഹി സ്വലാമിയുടെ അള്ളാഹു നബിയാക്കിയ റസൂലായിക്ക ബനു ഇസ്രായേലിലെ ആ സത്യദീനിക മഹാനായ അല്യസ നബി അലൈഹി സ്വലാം ദീർഘകാലം അങ്ങനെ വിളിച്ചിട്ട് ജീവിച്ചിട്ടുണ്ട്. ദീർഘകാലം നേതൃത്വം കൊടുത്തത് ആറ്? അല്യസ നബി. ഇല്യാസ് നബിയുടെ ഞങ്ങൾ മുന്നോട്ട് ചൊന്നേ. ഇല്യാസ് നബി അലൈഹി സ്വലാമിൽ പിന്നെ അല്യസ നബി അലൈഹി സ്വലാം. അല്യസ നബി അലൈഹി സ്വലാം പ്രായമായപ്പോൾ നിന്റെ ഈ സ്ഥാനത്ത് നിന്റെ നേതൃത്വം കൊടുക്കുക ആറ് എന്ന് കേട്ടപ്പോൾ അവിടെ ഒരാൾ
ಆ ಮುನ್ನಲ್ ಬಂತು. ಅಪ್ಪ ಅಂದರೆ ನಿಬಂಧನೆ ಅಂದರೆ എല്ലാ നാളും നോമ്പ് പിടിക്കണം, ജാവ് ഇടി നിസ്കരിക്കണം, അർസ ബറകുത്തീറ. ഈ 3 ഉപാധിയായിരിക്കും. അത് മഹാനായ ദൽകിഫ്ലി അലൈഹിസ്സലാം അത് ഏറ്റെടുത്തു. അൻ്റെ നബിയല്ല അല്യസ നബിരെ ആ 3 ഉപാധി പ്രകാരം ഇവിടെ നേതൃത്വം കൊടുക്കുക. 6 കേട്ടിട്ടാകുമ്പോൾ ഞാൻ റെഡിയില്ല, എല്ലാ നാളും നോമ്പ് പിടിക്കണം, ജാവിഡിയെ നിസ്കരിക്കണം, അർസ ബറകുത്തീറ. അങ്ങനെ ദൽകിഫ്ലി അലൈഹിസ്സലാം എന്ന പേര് വന്നത് അതുകൊണ്ടായിട്ടില്ലേ. അപ്പം ദൽകിഫ്ലി അലൈഹിസ്സലാം അത് ഏറ്റെടുത്തിട്ട് അതിനെ പൂർത്തിയാക്കിയത്. മഹാനായ ദൽകിഫ്ലി അലൈഹിസ്സലാം ഈ നിബന്ധനകളൊക്കെ അതിനെ മുറ പോലെ സൂക്ഷിച്ചു പോയിട്ട് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ആ ദൽകിഫ്ലി അലൈഹിസ്സലാമുക്ക് പിന്നെ നുബുവത്തും റിസാലത്തും കൊടുത്തു. അപ്പം നബിയുടെ കൂട്ടത്തിൽ നബിമാരെ എണ്ണയുടെ പരിശുദ്ധ ഖുർആനിൽ മഹാനായ ദുൽകിഫ്ലി അലൈഹിസ്സലാം വദൽകിഫ്ലിയും ചൊന്നത്. അപ്പോൾ ദുൽകിഫ്ല് അതിലെ അർത്ഥം തന്നെ അത് ഏറ്റെടുത്തിട്ട് അതിൽ പൂർത്തിയാക്കിയ ആൾ എന്നായിട്ടില്ല. അപ്പോൾ ആറുള്ളാറിന് എൻ്റെ ഈ സ്ഥാനത്തിന് നേതൃത്വം കൊടുക്കും. അപ്പം ഇയാൾ മുന്നർ വന്നതായിട്ടില്ല. അപ്പം ആ മഹാനായ അല്യസ നബി അലൈഹി സ്വലാം ചൊന്ന അതേപോലെ മുറ പോലെ ജീവിച്ച ആളായിട്ടില്ല ദൽകിഫ്ലി. അള്ളാഹു നുബുവത്തും റിസാലത്തും കൊടുത്തു. അപ്പം 3 നബിമാരുടെ ചരിത്രമായിട്ടില്ല ഈ ഇതിലെല്ലാം ചൊന്നത്. ഒന്ന് ഇല്യാസ് നബി പിന്നെ അല്യസ നബി അലൈഹി സ്വലാമുക്ക് പ്രായമായപ്പോൾ മഹാനായ ദുൽകിഫ്ലി അലൈഹി സ്വലാം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അങ്ങനെയൊക്കെ ബറക്കത്തുകൊണ്ട് സുഖലോക സ്വർഗത്തിൽ അങ്ങലോട്ട് അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ബറക്കത്ത് കൊണ്ട് ദുനിയാവും ആഖിറവും അള്ളാഹു ഇസ്സത്തിലും സന്തോഷത്തിലാക്കി തരട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.